മഹാഭാരതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മഹാഭാരതം വിലയിരുത്തുമ്പോൾ വ്യാസനോട് ഭക്തിയും പ്രതിബദ്ധതയും ഉണ്ടാവണം എന്നാണ്. ഭക്തി വേണമെന്നില്ല, ഇത് ഞാൻ പറയുന്നതല്ലേ. കാരണം അങ്ങനെയാണെങ്കിൽ ദാസ് ക്യാപിറ്റൽ പഠിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു, ആ അവസരത്തിൽ മാർക്സിനോട് പ്രതിബദ്ധത ഉണ്ടാവണ്ടേ? ആണല്ലോ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിനെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിമർശന ബുദ്ധിയോടെ ഒരു കൃതിയെ സമീപിക്കാൻ പാടില്ലേ? ശരിക്കും ഒരു കൃതി വായിക്കേണ്ടത് ആ കൃതിക്കെതിരായിട്ടാണ്. ഈ കൃതി എഴുതിയിരിക്കുന്നയാൾ ശുദ്ധ മണ്ടനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം കൃതി വായിക്കാൻ, എന്നാലേ കൃതിയുടെ പൂർണ്ണമായ ആസ്വാദനം ഉണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വായിച്ച് അവസാനത്തിൽ വരുമ്പോൾ ഈ ഗ്രന്ഥകർത്താവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കത്ത വിധത്തിൽ നമ്മെ മാറ്റിയെടുക്കാൻ ഗ്രന്ഥകർത്താവിന് സാധിക്കണം. അല്ലെങ്കിൽ അത് ഉത്തമ ഗ്രന്ഥമല്ല, അത് കാലത്തിൻ്റെ അതിക്രമ വാസനയെ താണ്ടുകയില്ല. കാലം ചവിട്ടിക്കശക്കി, കാലത്തിൻ്റെ പുറമ്പോക്ക് ഭൂമിയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും അധികാരത്തിൽ കയറുമ്പോൾ അവരുടെ പാർട്ടിക്കാർക്ക് പതിച്ചു കൊടുക്കാനുള്ളതാണ് ആ പുറമ്പോക്ക്. ഇതങ്ങനെയല്ല, കാലത്തിൻ്റെ പുറമ്പോക്കിലെടുത്ത് ഈ കൃതി എറിഞ്ഞു കളയും. അപ്പോൾ കാലാതിപാദത്തെ അതിജീവിക്കാൻ സാധിക്കാത്ത കൃതികളായി അത് കാലത്തിൻ്റെ വിസ്മരണത്തിൻ്റെ ചവറ്റുകൊട്ടയുണ്ട്. അപ്പോൾ കാലവിസ്മരണത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും. അങ്ങനെ എത്രയോ കോടിക്കണക്കിന് കൃതികൾ കാലം ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൃതി പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ ആ കൃതിക്കെതിരായിട്ട് വായിക്കണം. അങ്ങനെയാണ് വായിക്കേണ്ടത്. ഒരു റീഡിങ് ഓഫ് അറ്റാക്ക് എന്നാണ് അതിന് പറയുന്നത് ആധുനിക സാഹിത്യ നിരൂപണത്തിൽ. ഒരു റീഡിങ് ഓഫ് അറ്റാക്ക് ആയിരിക്കണം. മഹാഭാരതത്തെയും ഇങ്ങനെ സമീപിക്കാം. രാഹുൽ സാങ്കൃത്യായനും കൊസാംബിയും ഒക്കെ ഈ രീതിയിലൊരു സമീപനമല്ലേ സ്വീകരിച്ചിരുന്നത്? അല്ല, ആ സമീപനം എല്ലാവരും സ്വീകരിച്ചത് മാർക്സിസത്തിന് അനുകൂലമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ എന്താണ്, അല്ലെങ്കിൽ ഈ കൃതിയുടെ സ്വാധീനത്തെ തുടച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് മാർക്സിസത്തെ പതിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. അവർ വേറൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഈ കൃതിയെ വിമർശിച്ചത്. അല്ല, മഹാഭാരതത്തിനെതിരായ ഒരു റീഡിങ് നടത്തിയതല്ല, ഒരു ഓപ്പോസിറ്റ് റീഡിങ് ആയിരുന്നില്ല. അത് വേറെ ഒരു പ്രത്യേക ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പൗരാണിക സംസ്കാരത്തെ വ്യാഖ്യാനിക്കാനുള്ള പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ചെയ്തതായിരുന്നു. നമ്മളെതിരായിട്ടൊരു എതിർവായന വായിക്കുന്നത് ഏതെങ്കിലും പാർട്ടിയോ സംഘടനയോ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് വായിക്കുന്നതാണ്. അത് കൃതിയുടെ പൂർണ്ണമായ ആസ്വാദനത്തിന് നല്ലതുമാണ്, ഉത്തമമാണ്. അത് ഉത്തമമായ ഒരു വായനാ സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ്. മഹാഭാരതം വായിക്കുമ്പോൾ എടുക്കേണ്ടുന്ന ദാർശനികമായ ശ്രദ്ധയെക്കുറിച്ച് ഞാൻ പറയുകയല്ല, വ്യാസൻ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. വ്യാസൻ അതിൻ്റെ അനുക്രമണിക പർവ്വത്തിലും ആദിപർവ്വത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളെല്ലാം ഈ മഹാഭാരതം എങ്ങനെ പഠിക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. കൃതിയുടെ മുഖവുരയിൽ ഈ കൃതി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ഗ്രന്ഥകർത്താവ് എഴുതി വച്ചിരിക്കുന്നു. ഒരു സംശയമില്ല അതിന്. അപ്പോൾ അതാരെങ്കിലും ഉന്നയിച്ചാൽ എന്ത് പറയും? അത് വ്യാസൻ എഴുതിയതല്ല. അതാണ് അതിൻ്റെ മറുപടി. വ്യാസൻ അങ്ങനെ എഴുതിയിട്ടില്ല. എന്താണ് തെളിവ്? തെളിവൊന്നുമില്ല. വ്യാസൻ എഴുതിയിട്ടില്ല. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കറിയാമേ. എന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്? ഞങ്ങൾക്കറിയാൻ പറ്റാത്ത കാര്യം എന്താ പ്രപഞ്ചത്തിലുള്ളത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നും പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചം ഞങ്ങളാണ് ആദ്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതിന് പ്രപഞ്ചം വ്യാഖ്യാനിച്ചില്ല. പ്രപഞ്ചം വെറുതെ മലന്ന് കിടക്കുകയായിരുന്നു ഇവിടെ. ഞങ്ങൾ വന്നു, ഉടനെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചു. പ്രപഞ്ചത്തെ ഞങ്ങളെടുത്ത് കമത്തി വെച്ചു വിപ്ലവം കൊണ്ട്. അതാണ് ഇതുവരെ കണ്ടിട്ടില്ലാതെ എവിടെയാണ് ഈ വിപ്ലവം വന്നതെന്ന്. ലോകചരിത്രത്തിൽ അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ അങ്ങനെ പറയും. നിങ്ങളത് കേട്ട് അത് വിശ്വസിച്ചോളണം. അത് നിങ്ങളുടെ കടമയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിപ്പിക്കും നിങ്ങളെ. ഈ ഒരു സമീപനമുണ്ട്. ഈ സമീപനം മഹാഭാരതത്തിന് ചേർന്നതല്ല. വസ്തുതകളെ അംഗീകരിക്കാതിരിക്കുന്നത് പോലെ ഒരു ചരിത്രപരമായ അബോധത്വം വേറെ ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ എവിടെയാണോ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായ സമീപനത്തിന് തടസ്സമായി മഹാഭാരതം നിൽക്കുന്നത്, അവിടെയൊക്കെ പറയും അത് മഹാഭാരതത്തിൽ ഇല്ലാത്തിരുന്ന. വ്യാസൻ ഒരു സെൻറ്റൻസേ എഴുതിയിട്ടുള്ളൂ മഹാഭാരതത്തിൽ. എന്താണ് ആ സെൻറ്റൻസ്? ചേട്ടാനിയന്മാരുടെ മക്കൾ തമ്മിൽ രാജ്യത്തെ ചൊല്ലി യുദ്ധമുണ്ടായി. ശക്തന്മാരായിരുന്ന അനിയൻ്റെ മക്കൾ അക്രമം ഉപയോഗിച്ച്, അനീതി ഉപയോഗിച്ച് നീതിമാന്മാരായിരുന്ന ദുര്യോധനാദികളെ കൊന്നുകളഞ്ഞു. പ്രശ്നം തീർന്നു. ഈ 2-3 വരികളാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റ വരിയായിട്ടൊരു കോമ്പൗണ്ട് സെൻറ്റൻസായിട്ട് എഴുതാം. ഇങ്ങനെയാണ് വ്യാസൻ എഴുതി വെച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? പിന്നെ കുറേ വ്യാസന്മാരിങ്ങ് വന്നു പിന്നാലെ നിരനിരയായിട്ട് വന്ന് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞോട്ടും കിഴക്കോട്ടും മുകളിലോട്ടും താഴോട്ടും സർവ്വ ദിക്കുകളിലേക്ക് എഴുതി ഇത് ഇത്രയും വലിയ ഒരു പെരുത്ത ബ്രഹ്മാണ്ടൻ ഗ്രന്ഥമാക്കി മാറ്റി എന്തു ചെയ്യും? ഒറ്റ സെൻറ്റൻസ് എഴുതിയുള്ളൂ.
വിൻ്റർനെറ്റ്സ് പറയുന്നത് 8000 ശ്ലോകങ്ങളെ വ്യാസൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അവർ രണ്ടുപേരും കൂടി ഇരുന്നാണ് എഴുതിയതേ. വിൻ്റർനെറ്റ്സും വ്യാസൻ കൂടി ഇരുന്നാണ് എഴുതിയത്. പിന്നെ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞാൽ എന്താ, അദ്ദേഹം സാക്ഷിയാണ് ഇതിനെ. പിന്നെ അതങ്ങോട്ട് ആവർത്തിച്ച് പിടിക്കാൻ തുടങ്ങി. 8000 ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മഹാഭാരതത്തെ ഏതെല്ലാം തരത്തിൽ വിപുലീകരിക്കാമെന്നും ചുരുക്കി എഴുതാമെന്നും സംക്ഷിപ്തമാക്കാമെന്നും വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ. ഇതെല്ലാം മറന്നിട്ടാണ് ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തുന്നത്. അപ്പോൾ സംസ്കാരം പഠിക്കുമ്പോൾ ആദ്യം ആ സംസ്കാരത്തിൻ്റെ വസ്തുത എന്താണെന്ന് കണ്ടെത്തിയിട്ട് അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കാൻ നിവൃത്തിയൊന്നുമില്ല.